സിദ്ധാർത്ഥന്റെ അമ്മാവനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷിബു, കേൾക്കാമെന്ന് കരുതുന്നു. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. താങ്കൾ ഈ റിപ്പോർട്ടിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതായിരുന്നു ചോദ്യം. എന്തായാലും കുടുംബത്തിന്റെ ആശങ്കകളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതെ മാഡം, ഞങ്ങൾ ഈ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം മുതൽക്കേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെയാണ് VCയും നമ്മുടെ ഡീനും ഇവരെല്ലാവരും ഇപ്പോൾ പ്രതികളാണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരും ഉത്തരവാദിത്വം ഈ കുറ്റത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. ഇവിടെ VC ആ സ്ഥലത്ത് അന്ന് ഈ സിദ്ധാർത്ഥനെ കൊല ചെയ്യുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇദ്ദേഹം ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ആ സമയത്ത് തന്നെ മറ്റുള്ള അധ്യാപകരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കോളേജിന്റെ ഇന്റേണൽ കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സിദ്ധാർത്ഥനെ കൊല ചെയ്യുകയുമാണ്. ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായി ഇടപെടുകയോ ഇത്തരത്തിലുള്ള നടപടികൾ അവിടെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു നടപടിയും VCയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഡീന് ഞങ്ങൾ പോയി ആദ്യം തന്നെ ഡീനിനെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും അറിയില്ല, സിദ്ധാർത്ഥൻ ഒരു പ്രേമ നൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്തു, അത് മാത്രമേ എനിക്കറിയാവുള്ളൂ, വേറെ ഒരു കാര്യവും എനിക്കറിയില്ല, നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടുക. ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം. എപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നത് ഡീനും അവിടുത്തെ SI മണിയും ഈ പ്രതികളെന്ന് പറയുന്ന ഇപ്പോൾ പ്രതികളായി വന്ന 4 വിദ്യാർത്ഥികളും സീനിയർ SFI നേതാക്കൾ ഇവർ എല്ലാവരും അസിസ്റ്റന്റ് വാർഡനും ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായി പിന്നെയാണ് മനസ്സിലായത്, ഇത്തരത്തിൽ അവിടുത്തെ PTA പ്രസിഡന്റ് വന്ന് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഇതിനുള്ളൊരു ധാരണ ഉണ്ടാവുന്നത്. അപ്പം ഡീന് കൃത്യമായി തെളിവുകൾ നശിപ്പിക്കുവാനും ഈ കൊലപാതകം ചെയ്ത ഈ നേതാക്കൾക്ക് SFI നേതാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ സഹപാഠികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുവാനുള്ള നടപടികൾ അദ്ദേഹം ആദ്യം നാൾ മുതലേ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ മണിക്കൂറുകൾ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം സിദ്ധാർത്ഥനെ മരണപ്പെട്ട് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ആ പോലീസിനെ അറിയിക്കാതെ അവിടുന്ന് അവനെ മാറ്റി എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം മറ്റുള്ള നടപടികളിലേക്ക് പോയത്. അവിടുന്ന് നമുക്ക് വ്യക്തമാണ് ഈ കൊലപാതകത്തിൽ ഡീനിന്റെ പങ്ക് വളരെ വ്യക്തമാണ്. അതുപോലെ അസിസ്റ്റന്റ് വാർഡൻ അദ്ദേഹം ആ കോളേജ് ഹോസ്റ്റൽ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പൊ അദ്ദേഹവും ഈ കൊലപാതകത്തിന് ഒത്താശ ചെയ്തു കൊടുത്തു. അവിടുത്തെ മുഴുവൻ അധ്യാപകത്തിന്റെ ഒരു കോക്കസ് തന്നെ അതിനകത്തുണ്ട്. ഈ കുട്ടികളുടെ SFI നേതാക്കൾ പറയുന്നത് എന്താണോ അത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അധ്യാപകരുടെ ജോലി. അപ്പം ഈ ഡീനും VCയും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ആദ്യ നാൾ മുതൽ പറയുന്നുണ്ട്. അത് ശക്തമായി ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തോട് ധരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാവുക, അദ്ദേഹം അന്വേഷിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് VC അന്ന് സസ്പെൻഡ് ചെയ്തത്. സിദ്ധാർത്ഥന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നതും അതാണ്. VCയെ യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്താൽ പോരാ, ഡീനിനെയും സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ പോരാ. ഇവർക്കെല്ലാം തുല്യ ഉത്തരവാദിത്വമുണ്ട്. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടെങ്കിലും ബേസിൽ പോലീസ് ഉടൻ ഇവരെ അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കണം. എന്നാൽ മാത്രമേ ഇതിന് നമുക്ക് നീതി ലഭിച്ചു എന്ന് അറിയാൻ കഴിയുള്ളൂ. ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കിയിട്ട് ഇവരുടെ നിന്നും മുഴുവൻ അവരുടെ ഇന്ന് വരെ കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള നിർദ്ദേശവും കൊടുക്കണം. അതുപോലെ തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ആ കോളേജിലെ ഹോസ്റ്റലിനുള്ളിലുള്ള അശ്ലീല കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാം. സിദ്ധാർത്ഥന്റെ അച്ഛനെ തന്നെ അന്ന് പറഞ്ഞത്, ചെന്ന് കണ്ടിട്ട് പറഞ്ഞത് അതൊരു പ്രാന്താലയം അല്ലെങ്കിൽ ഒരു യക്ഷിയുടെ മടയാണ് അല്ലെങ്കിൽ ഒരു പ്രേതത്തിന്റെ മടയാണെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ആ കോളേജിനകത്തും ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടികൾ അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പ്രകാരം അവിടെ പറയുന്നുണ്ട്, അദ്ദേഹം എടുത്തു പറയുന്നില്ല ഒരു ബാഹ്യ ശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്ന്. അത് വളരെ വ്യക്തമല്ലേ? SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആ നേതാക്കൾ അതിൻ്റെ ഉന്നതയിലുള്ള, അത് ഒരു പ്രവർത്തകരോ ഒന്നുമല്ല, പ്രസിഡന്റ്, സെക്രട്ടറി, ചെയർമാനൊക്കെ ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേതൃത്വം തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ
അതിൻ്റെ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന് എന്തായാലും ശ്രമിക്കേണ്ടി വരും. അതാണല്ലോ സംസ്ഥാനത്തിൻ്റെ ഉന്നതനായ നേതാവ് അടുത്ത ദിവസം തന്നെ പൂക്കോട് കോളേജിൽ ചെന്ന് സ്റ്റേ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചാനൽ ചർച്ചകളിൽ അദ്ദേഹം ഞാൻ ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ ചർച്ചകളിലും അദ്ദേഹം പങ്കെടുക്കാറില്ലായിരുന്നു. AKG പോണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഞാൻ പോയത് കുട്ടികൾക്ക് ആത്മധൈര്യം കൊടുക്കാനാണ്. എന്തോന്ന് ആത്മധൈര്യമാണ് കൊടുക്കുന്നത്? തെളിവ് നശിപ്പിക്കുക, നിങ്ങൾ ഇങ്ങനെയാണ്, അവനെ കൊന്നെന്ന് നിങ്ങൾ വെളിയിൽ പറയരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള ആത്മധൈര്യം കൊടുക്കാനാണ് അദ്ദേഹം, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തത്, തമ്പടിച്ച് കിടന്നത്, എത്രയോ ദിവസം കോളേജിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ബാഹ്യശക്തി, അത്തരത്തിലുള്ള SFI യൂണിറ്റിനെ സംരക്ഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വരും. സംസ്ഥാന സർക്കാരിൻ്റെ LDF ആണ് ഭരിക്കുന്നത്, അവരതിനെ സംരക്ഷിച്ചു. അപ്പം എല്ലാ തലത്തിലും ആദ്യ നാൾ മുതൽ സിദ്ധാർത്ഥനെ കൊല ചെയ്തിട്ട് അതൊരു വെറും ആത്മഹത്യയാക്കി മാറ്റുന്നതിലേക്ക് വേണ്ടി എല്ലാ തെളിവുകളും കൃത്യമായി നശിപ്പിച്ച് പോലീസ് തലത്തിൽ അന്വേഷണവും കൃത്യമായി അവരുടെ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു, പെട്ടെന്ന് അന്വേഷണം മാറ്റം വരുന്നു. അപ്പോൾ ബാഹ്യശക്തിയുടെ സ്വാധീനം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാവും നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയത് അതൊരു വളരെ വലിയ വീഴ്ചയല്ലേ. ഈ കുട്ടികൾ ജാമ്യം ലഭിക്കുന്നു, അവരുടൻ തന്നെ യൂണിവേഴ്സിറ്റി കോടതിയെ സമീപിക്കുന്നു എക്സാം എഴുതാൻ വേണ്ടി. കോടതിയെ സംബന്ധിച്ച് ഒരു പൗരന്റെ മൗലിക അവകാശമാണ് അവന് എക്സാം എഴുതാനൊക്കെ ഉള്ള അവകാശം കൊടുക്കേണ്ടതുണ്ട്. കോടതിയെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ആ കോടതിയിൽ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള വക്കീലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. യൂണിവേഴ്സിറ്റിയാണ് അവിടെ ചെന്നിട്ട് അത് ചെയ്യാൻ പാടില്ല, 75% അറ്റൻഡൻസ് ഇല്ല, അവർ ലാബുകളിൽ പങ്കെടുത്തിട്ടില്ല, അവർക്ക് റെക്കോർഡ് ബുക്ക് ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതിയെ ധരിപ്പിച്ച് അതിന് ഒരു തടയിടണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. യൂണിവേഴ്സിറ്റി അത് ചെയ്തിട്ടില്ല. സിൻഡിക്കേറ്റ്, മനഃപൂർവ്വം സിൻഡിക്കേറ്റ് ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി കോടതിയിൽ മൗനം പാലിച്ചു. കോടതിയിൽ അവർ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതുവാനുള്ള എല്ലാ ഒത്താശയും കൊടുക്കാൻ വേണ്ടി കോടതിയിൽ എതിർ കക്ഷിയായിട്ട് വാദിക്കുകയോ ഒന്നും ചെയ്യാതെ അവർ മൗനത്തിലിരുന്ന്. അതെ, തുടക്കം മുതലുള്ള ആ മൗനം തന്നെയാണ് ഏറെ അമ്പരിപ്പിച്ചതും. ശ്രീ ഷിബു, എന്തായാലും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുടുംബം ആത്മധൈര്യം കൈവിടാതെ തന്നെ ഈ കേസുമായി പല സന്ദർഭങ്ങളിലും മുന്നോട്ട് പോവുകയും മാധ്യമങ്ങളെ സമീപിക്കുകയും പൊതുജന മധ്യത്തിൽ ഇതിന്റെ ശ്രദ്ധ കൊണ്ടുവരികയും ഒക്കെ എപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛനാകട്ടെ താങ്കളാകട്ടെ ഒക്കെ തന്നെ. എന്തായാലും ഇതിലൊരു തുടർ നടപടി ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും കുടുംബത്തിനുണ്ടോ? അതെ, ഉണ്ട് മാഡം. ഞങ്ങൾക്ക് അതിൽ പ്രതീക്ഷയുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഗവർണർ ഈ റിപ്പോർട്ടിന്മേൽ ഉടൻ തന്നെ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ നടപടിയിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് VC പുറത്താക്കണം, ഡീനിനെ കാന്തനാഥനെയും അസിസ്റ്റന്റ് വാർഡനെയും ഡീനിനെയും നിർബന്ധമായി പുറത്താക്കിയിരിക്കണം. അവരെ ഒരു കാരണവശാലും ഈ അദ്ദേഹത്തിന് കോളേജിൽ പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റിയേ ഇല്ല. ഞാൻ നേരത്തെ ഉള്ള ചർച്ചകൾ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച്. അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഇനി ആ കോളേജിൽ ചെന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമേ ഇല്ല. കാരണം സിദ്ധാർത്ഥനെ പോലുള്ള ഒരു കുട്ടി ചിലപ്പോൾ അവൻ ഇത്രയും ടാലന്റഡ് ആയതുകൊണ്ട് അവൻ ആ കോളേജിലെ ചിലപ്പോൾ ഡീനോ അല്ലെങ്കിൽ ഒരു VC ആവേണ്ട കുട്ടിയായിരിക്കാം. അപ്പോൾ അവനുണ്ടായ കഷ്ടനഷ്ടങ്ങൾ എല്ലാം എവർക്ക് ഉണ്ടാകണം. അപ്പോൾ ഇവരെ ഈ സസ്പെൻഡ് ചെയ്ത് അവരിൽ നിന്നും എല്ലാം തിരിച്ച് ഈടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് തുടർ നടപടിയിലേക്ക്, അതായത് ഇതിൽ നിന്നും പോലീസ് തലത്തിൽ തന്നെ അന്വേഷണം വന്ന് ഇവരെ റിമാൻഡ് ചെയ്ത് മറ്റുള്ള കേസിലേക്ക് ഇവരെ ഉൾപ്പെടുത്തണമെന്നാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിന് പ്രധാന കാരണം ഇതാണ്. ഇവരും അതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്നുള്ള രീതിയിൽ ഇവരെ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോകാനും ഈ റിപ്പോർട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. അത് അത്തരത്തിലുള്ള അതിലെ സാങ്കേതിക നിയമപരമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാലും അത് ചെയ്യാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശരി.